ദുഷ്ടൻ ഭർത്താവായി വരും, അല്ലെങ്കിൽ ഭർത്താവ് നപുംസകമായിരിക്കും. ജ്യോതിഷത്തിലെ ചില സൂചനകൾ അഥവാ സാധ്യതകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്രകാരം തന്നെ സംഭവിക്കും എന്നല്ല പറയുന്നത്. സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്ത്രീ ജാതകത്തിൽ 7-ാം ഭാവം ഗ്രഹയോഗദൃഷ്ടികളില്ലാതെ ശൂന്യമായിരുന്നാൽ കുത്സിത പുരുഷന് അഥവാ ദുഷ്ടൻ ഭർത്താവായി വരും. എന്നാൽ സ്ത്രീ ജാതകത്തിൽ 7-ാം ഭാവത്തിലേക്ക് ശുഭദൃഷ്ടിയുണ്ടായാൽ നല്ല പുരുഷനെ ഭർത്താവായി ലഭിക്കും, പക്ഷേ അതിനൊത്ത അനുഭവം കുറയുമെന്നു മാത്രം. സ്ത്രീ ജാതകത്തിൽ ബലഹീനന്മാരായ ബുധനും ശനിയും ഒന്നിച്ചോ ഒറ്റയ്ക്കോ 7-ാം ഭാവത്തിൽ നിന്നാൽ ഭർത്താവ് നപുംസകമായിരിക്കും. സ്ത്രീ ജാതകത്തിൽ 7-ാം ഭാവം ചരരാശിയാവുകയും അവിടെ ശനിയോ ബുധനോ നിൽക്കുകയും ചെയ്താൽ ഭർത്താവ് വിദേശസഞ്ചാരിയാവും. സ്ത്രീ ജാതകത്തിൽ ആദിത്യന് 7-ാം ഭാവത്തിൽ നിന്നാൽ ഭർത്താവ് ഉപേക്ഷിക്കപ്പെടുന്നവളാവും അഥവാ ബന്ധം വേർപെടുത്തും. സ്ത്രീ ജാതകത്തിൽ 7-ാം ഭാവത്തിൽ കുജന് അഥവാ ചൊവ്വ നിന്നാൽ ബാല്യത്തിൽ തന്നെ വിവാഹം കഴിഞ്ഞ് വൈധവ്യം അനുഭവിക്കും. സ്ത്രീ ജാതകത്തിൽ ശനി 7-ാം ഭാവത്തിൽ പാപഗ്രഹത്തിന്റെ ദൃഷ്ടിയോടുകൂടി നിന്നാൽ വിവാഹം കഴിയാനും ഭർത്തൃസുഖമനുഭവിക്കാനും കഴിയാതെ കന്യകയായി തന്നെയിരുന്ന് ജരാനരകൾ അനുഭവിച്ചു കാലം കഴിക്കേണ്ടിവരും. 7-ാം ഭാവാധിപൻ ശുഭഗ്രഹമായി ബലവാനായി ലഗ്നാധിപനോടുകൂടി നിൽക്കുകയോ ശുക്രൻ ബലവാനായി ലഗ്നാധിപനോടുകൂടി നിൽക്കുകയോ 7-ാം ഭാവാധിപനും ശുക്രനും കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുകയോ ചെയ്താൽ ബാല്യകാലത്തുതന്നെ വിവാഹം കഴിയുമെന്നു പറയണം. 7-ാം ഭാവാധിപതിയോ ശുക്രനോ 3, 6, 10, 11 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നുവെങ്കിൽ വിവാഹത്തിനുശേഷം സമൃദ്ധിയുണ്ടാകുമെന്നറിയണം. 7-ാം ഭാവത്തിൽ നിന്നും ലഗ്നാധിപതിയിൽ നിന്നും 3 രാശിക്കു ദൂരെയായി 7-ാം ഭാവാധിപതി നിന്നാൽ വിവാഹം മിക്കവാറും യൗവനം കഴിഞ്ഞിട്ടേ നടക്കുകയുള്ളൂ. ശുക്രനും ലഗ്നാധിപനും 2-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനും അനിഷ്ടഭാവങ്ങളിൽ നിൽക്കുകയും ഈ ഗ്രഹങ്ങൾക്ക് മൗഢ്യം, നീചസ്ഥിതി, ശത്രുനവാംശം, ശത്രുക്ഷേത്രസ്ഥിതി എന്നിവ വരികയും ചെയ്താൽ വിവാഹത്തിനുശേഷം ഭാഗ്യ ഐശ്വര്യങ്ങൾക്കും നാശം സംഭവിക്കുമെന്നു പറയണം. എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിനു നന്ദി. ലൈക്ക് ചെയ്തു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നമസ്കാരം.